നമുക്കിനി ഇടുക്കിയിലേക്ക് പോകാം കേട്ടോ. ഇടുക്കിയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ മഴക്കെടുതി, അതിന്റെ ദുരിതങ്ങളൊക്കെ നേരിടുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഇടുക്കി ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. കീരിത്തോട് സ്കൂൾ ജംഗ്ഷന് സമീപം റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴയിൽ തങ്കമണിയിൽ വീടുകളിൽ വെള്ളം കയറി. തൊമ്മൻകുത്തും തട്ടേക്കണ്ണിയിലും റോഡിൽ വെള്ളക്കെട്ടുണ്ട്. കട്ടപ്പന ചെറുതോണി റൂട്ടിൽ കാൽവരി മൗണ്ടിന് സമീപം മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലും വണ്ണപ്പുറം ചേലച്ചുവട് പാതയിലും ഗതാഗതം ഭാഗികമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്തെ രാത്രിയാത്ര നിരോധിച്ചിരുന്നു. കല്ലാർകുട്ടി, പാമ്പ്ള, കല്ലാർ, ഇരട്ടയാർ തുടങ്ങിയ ഡാമുകളിൽ റെഡ് അലർട്ട് ലെവലിലാണ് ജലനിരപ്പ്. ഇടുക്കിയിലെ വിവരങ്ങൾ മുഹമ്മദ് ആഷിഖ് നൽകും. ആഷിഖ്, ഇപ്പോഴും ഇടുക്കിയിൽ അതിശക്തമായ മഴയാണോ? ഏതൊക്കെ ഡാമുകളിലാണ് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത്? എന്താണ് ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതി? ദിവ്യ, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ജില്ലയിലുള്ളത്. അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. ഇന്നലെ രാത്രിയും നിർത്താതെ മഴ പെയ്യുകയായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എന്നുള്ളതാണ്. രാത്രിയിൽ തന്നെയും ചിലയിടങ്ങളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ചെറുതോണി കട്ടപ്പന റൂട്ടിൽ കാൽവരി മൗണ്ടിന് സമീപത്ത് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കട്ടപ്പന തങ്കമണിയിൽ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ തട്ടേക്കണ്ണിയിലും അതുപോലെ തട്ടേക്കണ്ണിയിലും തൊമ്മൻകുത്തും റോഡുകളിലേക്ക് വെള്ളം കയറി. കീരിത്തോട് സ്കൂൾ ജംഗ്ഷന് സമീപം മരവും മണ്ണും വീണ് ഗതാഗതം തടസ്സപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്നലെ രാത്രി നിരവധി ഇടങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും മഴ തുടരുകയാണ്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊടുപുഴയാറാണ്. തൊടുപുഴയാറിലെ ജലവും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. മഴ ഇങ്ങനെ തുറന്നാൽ ആ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് തൊടുപുഴയാറിലൂടെ ഒഴുകുന്നത് മലങ്കര അണക്കെട്ടിൽ നിന്ന് തുറന്നു വിടുന്ന ജലമാണ്. മലങ്കര അണക്കെട്ടിലെ 4 ഷട്ടറുകൾ ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ജലനിരപ്പ് വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് താമസിക്കുന്നവരുടെ സാഹചര്യം ജാഗ്രത പുലർത്തേണ്ട നിലയിലേക്ക് മാറും എന്നുള്ളതാണ്. അവിടെ ഉള്ളവരോട് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കനത്ത കാറ്റാണ് ദിവ്യ അനുഭവപ്പെടുന്നത്. ഇടുക്കിയിൽ ഇടവിട്ട ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രാത്രിയിൽ പഴക്കെ മഴയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യാത്രാ നിയന്ത്രണം അടക്കമുള്ളവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കനത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് അടിമാലി, നേര്യമംഗലം വരെയുള്ള ഭാഗത്ത് ദേശീയപാതയിൽ യാത്രാ നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ്. ജില്ലയിൽ നിന്ന് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജില്ലയിലെ അണക്കെട്ടുകളുടെ കാര്യം എടുത്തു നോക്കിയാൽ കല്ലാർകുട്ടി, പാമ്പ്ള, കല്ലാർ, ഇരട്ടയാർ ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഇരട്ടയാർ ഒഴികെയല്ല ബാക്കി എല്ലാ ഡാമുകളും തുറന്നിരിക്കുകയാണ്. ആ ഡാമുകളിലെ ജലം ഒഴുകി വരുന്നത് പ്രധാനമായും പെരിയാറിലേക്കാണ്. പെരിയാറിന്റെ തീരത്തുള്ളവരോട് മാറി താമസിക്കുവാനുള്ള ആവശ്യപ്പെടൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി കനത്ത കാറ്റാണ് ദിവ്യ, കനത്ത കാറ്റാണ്. മഴ ഇങ്ങനെയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാവും. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയിരിക്കുന്ന ആളുകൾക്ക് ഇതുവരെയും മടങ്ങിപ്പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ക്യാമ്പുകളിൽ തന്നെ തുടരുകയാണ്. ഇങ്ങനെയാണെങ്കിൽ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അടുത്തെങ്ങും അവർക്ക് വീടുകളിലേക്ക് തിരികെ പോകുവാനുള്ള സൗകര്യം ഒരുങ്ങുകയില്ല എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിൽ ആശങ്ക ഉയർത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ദിവ്യ, മണ്ണിടിച്ചിൽ സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആഷിഖ്? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിലും ലോ റേഞ്ചിലെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ മഴ തന്നെയാണ്. ഇന്നലെ രാവിലെ മാത്രമാണ് ഒരല്പം ശമനം ലോ റേഞ്ചിൽ മഴയ്ക്കുണ്ടായത് എന്ന് പറയാം. ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും തുടരുകയായിരുന്നു. രാത്രിയും നിർത്താതെ മഴ പെയ്തിട്ടുണ്ട്. തൊടുപുഴ ആറിൻ്റെ ഒരു സ്ഥിതി കണ്ടാൽ തന്നെ ഇവിടെ എത്രത്തോളം മഴ ലഭിച്ചു എന്നുള്ളത് വ്യക്തമാകും. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയ സമയത്തുള്ള ജലനിരപ്പല്ല ഇപ്പോൾ തൊടുപുഴ ആറിലുള്ളത്. ആറിലെ ഒഴുക്കും കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഹൈറേഞ്ചിലെ സ്ഥലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ കട്ടപ്പനയിലും ഏലപ്പാറയിലുമൊക്കെയും ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ കുമളിയിലും വണ്ടിപ്പെരിയാർ മേഖലകൾ ആ പ്രദേശത്തോട്ടൊക്കെ മഴ താൽക്കാലികമായി വിട്ടുനിൽക്കുന്നുണ്ട്. തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലാണ് ഒരു നേരിയ ശമനം മഴയ്ക്കുള്ളത് എന്ന് പറയാം. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ലോ റേഞ്ചിലും കട്ടപ്പന, ചെറുതോണി പോലുള്ള ഭാഗങ്ങളിലുമൊക്കെ ശക്തമായ മഴയാണ്. കട്ടപ്പനയിലാണ് ഇന്നലെ വീടുകളിൽ വെള്ളം കയറുകയും മണ്ണിടിയുകയും ഒക്കെയും ചെയ്തിട്ടുള്ളത്. കാൽവരി മൗണ്ടിൽ മണ്ണിടിഞ്ഞ് സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായി
പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കൂടുതൽ അണക്കെട്ടുകൾ തുറക്കേണ്ടി വരും. അണക്കെട്ടിലെ ജലനിരപ്പിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പാണ്. ഇടുക്കി അണക്കെട്ടിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചത് 4 അടിയാണ് എന്നുള്ളതാണ്. ഇന്നലത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 2339 അടിയായിരുന്നു ഇന്നലെ രാവിലെ 7 മണിക്ക് വന്ന കണക്കിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. ഇന്ന് രാവിലെ ഇപ്പോൾ അവസാനമായി കണക്ക് വരുമ്പോൾ 2343 അടിയിലേക്ക് ജലനിരപ്പ് ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിച്ചു. 24 മണിക്കൂർ കൊണ്ട് 4 അടി ജലം വർദ്ധിക്കുന്ന നിലയിലാണ് ഇടുക്കി അണക്കെട്ടിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചത് എന്നുള്ളതാണ്. അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെയും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഏറ്റവും അവസാനം കണക്ക് വരുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 118 അടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മഴ അതിശക്തമായി തുടരുന്നു, കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ലോറേഞ്ചിൽ തൊമ്മൻകുത്ത് ഭാഗത്ത് മഴ പെയ്ത് വെള്ളം റോഡിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് വഴി യാത്രാ സാധ്യമാകുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിലും മഴ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല.